ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കടച്ചക്ക കൊണ്ടൊരു മസാലക്കറിയാണ് ചോറിന്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ 2 കടച്ചക്ക എടുത്തിട്ടുണ്ട്. അത് നേരാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനേക്കൊരു ഒരു അരപ്പ് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചീഞ്ചട്ടിയിലേക്ക് തേങ്ങ, ചെറിയുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കണം. നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മിക്സറി ജാറിലിട്ട് അരച്ചെടുക്കാം. നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ കുറച്ച് തക്കാളിയും കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ കടച്ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കടച്ചക്ക നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതുകൂടി നമുക്ക് അതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് നമ്മൾ മൂപ്പിച്ച് അതുകൂടി നമ്മളതിലേക്ക് താളിച്ച് വറുത്തിട്ടിട്ടുണ്ട്. ആണ് നമ്മുടെ കടച്ചക്ക കൊണ്ടുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്ക് കൂട്ടാം. നമ്മൾ ചോറിനാണ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്